കൊല്ലം കാലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിന്റെ പുതിയ മന്ദിരത്തിൽ വെച്ച് ഓണാഘോഷങ്ങളുടെ ഭാഗമായി കൂട്ടിക്കട ഏതൻസ് ഫ്യൂച്ചറിസ്റ്റിക് സ്കൂളിലെ കുട്ടികളും മാനേജ്മെന്റും അധ്യാപകരും PTA അംഗങ്ങളും രക്ഷകർത്താക്കളും ചേർന്ന് ഓണാഘോഷം സംഘടിപ്പിച്ചു. ഇതിനോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം ഏതൻസ് ഫ്യൂച്ചറിസ്റ്റിക് സ്കൂൾ മാനേജരും പ്രിൻസിപ്പലുമായ രേഷ്മ ടീച്ചർ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സമുദ്രതീരം ചെയർമാൻ റുവൽ സിംഗ് M അധ്യക്ഷത വഹിച്ചു. അധ്യാപിക ടീന മോൾ M, PTA പ്രതിനിധി സിബി S ബാബു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ജോഷ്ന, ശ്രീന, ഫാത്തിമ, അലീന, രാജി, ആതിര, ആശ, സ്കൂൾ PRO നിഖിത, PTA മെമ്പർമാരായ അതുല്യ, സുബിത, ഷൈനി, സ്കൂൾ സ്റ്റാഫുകൾ ആയ ബിന്ദു, റജീന, ബിന്ദു തുടങ്ങിയവർ ഓണാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഏതൻസ് ഫ്യൂച്ചറിസ്റ്റിക് സ്കൂൾ മാനേജരും പ്രിൻസിപ്പലുമായ രേഷ്മ ടീച്ചർ സമുദ്രതീരം ചെയർമാൻ റുവൽ സിംഗ് M സ്നേഹാദരവ് നൽകി ആദരിച്ചു. ഏതൻസ് ഫ്യൂച്ചറിസ്റ്റിക് സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ചേർന്ന് സംഘടിപ്പിച്ച ഓണക്കൊടികൾ സമുദ്രതീരം കൂട്ടുകുടുംബത്തിലെ അച്ഛനമ്മമാർക്കും സമുദ്രതീരം ചെയർമാൻ റുവൽ സിംഗ് M സ്റ്റാഫുകൾക്കുമായി കൈമാറി. തുടർന്ന് ഏതൻസ് ഫ്യൂച്ചറിസ്റ്റിക് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും സമുദ്രതീരം കൂട്ടുകുടുംബത്തിലെ അച്ഛനമ്മമാർക്കായി മനോഹരമായ നൃത്തങ്ങൾ അവതരിപ്പിക്കുകയും ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തു. ഉച്ചയോടെ അധ്യാപകരും വിദ്യാർത്ഥികളും സമുദ്രതീരം കൂട്ടുകുടുംബത്തിലെ അച്ഛനമ്മമാരും ചേർന്ന് ഓണസദ്യ കഴിച്ചു. തുടർന്ന് ഏജൻസ് ഫ്യൂച്ചറിസ്റ്റിക് സ്കൂളിലെ അംഗങ്ങൾ സമുദ്രതീരം കൂട്ടുകുടുംബത്തിലെ അച്ഛനമ്മമാർക്കായി വിവിധ ഓണക്കളികൾ സംഘടിപ്പിച്ചു. സ്കൂളിൽ നിന്നും എത്തിച്ചേർന്ന അധ്യാപിക ടീന ടീച്ചറെയും സ്നേഹത്തോടു കൂടി സമുദ്രതീരം കൂട്ടുകുടുംബത്തിൻ്റെ പേരിലുള്ള സ്വാഗതം ആശംസിച്ചുകൊള്ളുകയാണ്. അധ്യാപിക ജോഷ്ന ടീച്ചർക്കും ഈ കുടുംബത്തിൻ്റെ പേരിലുള്ള സ്വാഗതം ആശംസിച്ചുകൊള്ളുകയാണ്. അധ്യാപിക കൂടിയായ ശ്രീന ടീച്ചർക്കും ഈ കുടുംബത്തിൻ്റെ പേരിലുള്ള സ്വാഗതം ആശംസിച്ചുകൊള്ളുകയാണ്. ആ സ്കൂളിലെ അധ്യാപിക കൂടിയായ അലീന ടീച്ചർക്കും ഈ കുടുംബത്തിൻ്റെ പേരിലുള്ള സ്വാഗതം ആശംസിച്ചുകൊള്ളുകയാണ്. രാജ ടീച്ചർക്കും ഈ കുടുംബത്തിൻ്റെ പേരിലുള്ള സ്വാഗതം ആശംസിച്ചുകൊള്ളുകയാണ്. ആതിര ടീച്ചർക്കും ഈ കുടുംബത്തിൻ്റെ പേരിലുള്ള സ്വാഗതം ആശംസിച്ചുകൊള്ളുകയാണ്. ആശ ടീച്ചർക്കും ഈ കുടുംബത്തിൻ്റെ പേരിലുള്ള സ്വാഗതം ആശംസിച്ചുകൊള്ളുകയാണ്. ഫാത്തിമ ടീച്ചർക്കും ഈ കുടുംബത്തിൻ്റെ പേരിലുള്ള സ്വാഗതം ആശംസിച്ചുകൊള്ളുകയാണ്. അതുപോലെ ആ സ്കൂളിൻ്റെ PRO കൂടിയായ നിഖിത മേഡത്തെയും ഈ കുടുംബത്തിൻ്റെ പേരിലുള്ള സ്വാഗതം ആശംസിച്ചുകൊള്ളുകയാണ്. PTA മെമ്പർമാർ അതുല്യ മേഡത്തെയും ഈ കുടുംബത്തിൻ്റെ പേരിലുള്ള സ്വാഗതം ആശംസിച്ചുകൊള്ളുകയാണ്. PTA മെമ്പർ കൂടിയായ സുബിത മേഡത്തിനും ഈ കുടുംബത്തിൻ്റെ പേരിലുള്ള സ്വാഗതം ആശംസിച്ചുകൊള്ളുകയാണ്. PTA മെമ്പർ കൂടിയായ ഷൈനി മേഡത്തെയും ഈ കുടുംബത്തിൻ്റെ പേരിലുള്ള സ്വാഗതം ആശംസിച്ചുകൊള്ളുകയാണ്. PTA മെമ്പർ കൂടിയ സിബി മേഡത്തെയും ഈ കുടുംബത്തിൻ്റെ പേരിലുള്ള സ്വാഗതം ആശംസിച്ചുകൊള്ളുകയാണ്. സ്റ്റാഫ് റജീന മേഡത്തെയും കുടുംബത്തിൻ്റെ പേരിലുള്ള സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. സ്റ്റാഫ് കൂടിയ ബിന്ദു മേഡത്തെയും കുടുംബത്തിൻ്റെ പേരിലുള്ള സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. 2 ബിന്ദു ഉണ്ട്. മേഡത്തെയും കുടുംബത്തിൻ്റെ പേരിലുള്ള സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഏറ്റവും മുതിർന്നതെന്നോ ഇതിനെ നയിക്കുന്ന ഒരു കപ്പിത്താനെന്നോ നമുക്ക് റുവൽ സിംഗ് സാറിനെ പറയാം. സാറാണ് മുന്നിൽ നിന്ന് നയിക്കുന്നത്. അന്ന് നമ്മളുടെ കൂടെ എന്നെ ഇവിടെ എത്തിച്ചത് വേറൊരു വ്യക്തിയാണ്. സാറിനെ
പേര് പറയാതെ പോകാൻ പറ്റില്ല. ശ്രീകുമാർ സാറ്, അതെ, കോട്ടാത്തല ശ്രീകുമാർ സാർ, എല്ലാവർക്കും പരിചയം ഉണ്ടാവും. അപ്പോൾ ശ്രീകുമാർ സാറിനെ ഈ വേദിയിൽ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അത്യാവശ്യം ഒരു കാര്യത്തിന് വേണ്ടി പുള്ളി എൻഗേജ്ഡ് ആണ്, അതുകൊണ്ട് വരാൻ പറ്റിയില്ല. സാറാണ് സമുദ്രതീരത്തിലേക്ക് എന്നെ കൊണ്ടുവരുന്നത്. അപ്പം അന്ന് വന്നപ്പോഴും ഈ വർഷം തുടങ്ങുന്നതിന് മുമ്പും ഞാൻ സാറിനോടൊരു കാര്യം പറഞ്ഞു. ഇങ്ങനെ ഒരു ആശയം എൻ്റെ മനസ്സിലുണ്ട്. ഈ വർഷം എല്ലാവർക്കും പുതിയ വസ്ത്രം കൊടുത്ത് ഓണത്തിന് അങ്ങനെ ഒരു ദാനകർമ്മം ചെയ്തുകൊണ്ട് തന്നെ തുടങ്ങണം എന്നൊരു ആശയം എൻ്റെ മനസ്സിലുണ്ട്. ഇവിടെ തന്നെ ചെയ്യണമെന്നുണ്ട്. സാറൊന്ന് മനസ്സിൽ വെച്ചോ, ഞാൻ കൺഫേം ചെയ്തിട്ടില്ല, പേരൻസിനോട് അറിയിച്ചിട്ടേ ചെയ്യുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആദ്യം സ്കൂൾ തുറന്നു, അതിനുശേഷം പേരൻസ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴും ഞാൻ ധൈര്യപൂർവ്വം ഇതങ്ങ് പേരൻസിനോട് പ്രസൻറ്റ് ചെയ്തു. തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂട്ടായ്മയിൽ, ഞങ്ങളുടെ ഏതൻസ് കുടുംബത്തിലെ ഓരോ പേരൻസിനെയും ഈ നിമിഷം ഒരുപാട് നന്ദി അറിയിക്കുക. കാരണം അവരില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും സമ്മാനപ്പൊതികളുമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റില്ല. അവരാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ അവർ കൊണ്ടുതന്ന ഓരോരുത്തരും, ഞങ്ങൾ എമൗണ്ട് ഒന്നും കളക്ട് ചെയ്തില്ല. അവർക്കിഷ്ടമുള്ള കുഞ്ഞുങ്ങളുടെ കൂടെ ചേർത്ത് നിർത്തി നിങ്ങൾക്കിഷ്ടമുള്ള നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗത്തിന് ഒരു ഡ്രസ്സ് എടുക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്കും എടുത്ത് ഞങ്ങളിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കാമെന്നായിരുന്നു ഞങ്ങൾ പറഞ്ഞു. അതേപോലെ പേരൻസ് എല്ലാവരും കൃത്യസമയത്ത് തന്നെ കൊണ്ടുവന്ന് ഞങ്ങളെ ഏൽപ്പിച്ചു. അത് കൈമാറാനുള്ള ദൗത്യത്തിലാണ് ഞങ്ങൾ ഇത്രയും പേരും ഇവിടെ എത്തിയേക്കുന്നത്. നമുക്ക് മൊത്തത്തിലൊരു 80-85 കുട്ടികളുണ്ട്. കുഞ്ഞു മക്കളാണ്. ഡേ കെയർ മുതൽ 3rd സ്റ്റാൻഡേർഡ് വരെയുള്ള കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പം നമ്മളിവിടെ കൊണ്ടുവന്നേക്കുന്നത് 1st, 2nd, 3rd കുറച്ച് UKGയിലെ മക്കളും മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സന്ദേശം എന്ന് പറയുന്നത്, നാളെ അവർക്കും കൊടുക്കാനൊരു മനസ്സ് കുഞ്ഞിലേ നമ്മൾ കൊടുത്താൽ മാത്രമേ അവർ വളരുമ്പോഴും കൊടുക്കണമെന്നൊരു തീരുമാനത്തിലേക്ക് അവർ വരുള്ളൂ. കാരണം നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ മാത്രമല്ല ഇതിന് ബെനിഫിറ്റ് ചെയ്യുന്നത്. നമ്മൾ വർക്ക് ചെയ്യുന്നതായാലും നമ്മൾ സമ്പാദിക്കുന്നതിനായാലും ബാക്കിയുള്ളവർക്കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടൊരു മനസ്സുണ്ടായിരിക്കണം എന്ന് പറയുന്ന ഒരു ലൈഫ് സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിത് ചെയ്തത്. പിന്നെ നല്ല പാഠം എന്ന് പറയുന്നൊരു പരിപാടി മലയാള മനോരമ നടത്തുന്നുണ്ട്. അതിലും നമ്മളിതിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് നല്ല പാഠത്തിൻ്റെ പേരിലാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്തേക്കുന്നത്. ഇതൊരു സന്ദേശമാണ് കുഞ്ഞുങ്ങൾക്ക്. അവർ കൂട്ടിക്കൊണ്ടുപോയി ഡ്രസ്സ് എടുക്കണമെന്ന് പല പേരൻസിനോടും ഞാൻ പറഞ്ഞു, എന്നോട് വിളിച്ചവരോടൊക്കെ പറഞ്ഞതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവണം, നാളെ അവരുടെ വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് എടുക്കുന്നത് പോലെ തന്നെ പുറത്തൊരാൾക്കും കൂടെ കൊടുക്കാൻ അവർക്ക് വളർന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ആ മനസ്സുണ്ടായിരിക്കണം എന്നൊരു ദൃഢനിശ്ചയത്തിലാണ് ഞാൻ ചെയ്തത്. സമുദ്രതീരം എന്ന് പറയുന്ന ഈ സ്ഥാപനത്തെ പറ്റിയിട്ട് പക്ഷേ ഇവിടെ വന്ന് കണ്ട് എല്ലാവരെയും കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ വെച്ച് നമുക്ക് ഓണം ആഘോഷിക്കാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു അവസരം നമുക്ക് ഒരുക്കി തന്ന എല്ലാ പേരൻസിനും ഇവിടുത്തെ എല്ലാ മെമ്പേഴ്സിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ജീവിതത്തിൽ ഒരുപാട് ഓണങ്ങളൊക്കെ ആഘോഷിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് ഒരുപാട് അച്ഛനമ്മമാരോടൊപ്പം, ഈ കുഞ്ഞു മക്കളോടൊപ്പം, ഏതൻസ് ഫാമിലിയിലെ എല്ലാ അധ്യാപകരോടൊപ്പം ഇവിടെ വന്നിരിക്കാൻ സാധിച്ചത് രേഷ്മ മാം എന്ന് പറയുന്നൊരു വ്യക്തിയെ കാരണമാണ്. മാം കാണിച്ച ഈ കരുണ, അല്ലെങ്കിൽ മാം ആഗ്രഹിച്ച ഈ ഒരു ആഗ്രഹം ഇവിടെ സാധിച്ചതിന് മാമിനോട് ഒരുപാട് നന്ദി പറയുന്നു. കാരണം ഒരുപാട് വളരെയധികം മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് എനിക്ക് നിൽക്കാൻ സാധിക്കുന്നത്. ഈ കുഞ്ഞുമക്കളുടെ പരിപാടി കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ, ഓരോരുത്തരുടെയും മനസ്സിൽ ഉണ്ടാകുന്ന സന്തോഷത്തെക്കാളൊക്കെ അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സന്തോഷം തന്നെയാണ് ഈ ഓണത്തിന് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം. അത് ശരിക്കും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സമ്മാനിച്ച രേഷ്മ മാമിനോടും സമുദ്രതീരം എന്ന ഈ സ്ഥാപനത്തിനോടുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്. എല്ലാവർക്കും എൻ്റെ പേരിലും ഞങ്ങളോടൊപ്പം വന്ന ഓരോരുത്തരുടെ പേരിലും മനസ്സ് നിറഞ്ഞ, ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. രേഷ്മ മേഡം പറഞ്ഞതുപോലെ ഏറെ നന്ദി പറയേണ്ടത് ഈ കുട്ടികളുടെ പേരൻസിൻ്റെ അടുത്താണ് ഞാൻ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കൈനിറയെ സമ്മാനങ്ങളുമായിട്ടാണ് നിങ്ങളെല്ലാവരും എത്തിയിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ ഒട്ടനവധി സ്കൂളിൻ്റെ സാന്നിധ്യം നമുക്കിവിടെ കിട്ടേണ്ടതായിട്ടുണ്ട്. നിങ്ങളിരിക്കുന്ന വേദി പോലും ഇത് 5-6 ദിവസം കഴിയുമ്പോൾ ഇവിടുത്തെ അച്ഛന്മാർക്ക് പാചകം ചെയ്യാനുള്ള കിച്ചണാണ്. അതിൻ്റെ പണിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് സ്റ്റേജിൻ്റെ പണി പൂർത്തിയായില്ല. ആ പൂർത്തിയാകുന്ന മുറയ്ക്ക് അങ്ങോട്ടേക്ക് പരിപാടി നടത്തുന്ന തരത്തിലേക്കാണ് ഞങ്ങളിത് കൊണ്ടുപോകുന്നത്. തൊട്ടടുത്ത് കാണുന്ന സ്റ്റേജ് നമുക്കൊരു വലിയ കല്യാണ മണ്ഡപം ഉൾപ്പെടെയാണ് ഞങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ആ കല്യാണം ഇവിടുത്തെ അച്ഛന്മാരും അമ്മമാരും കാണുന്ന തരത്തിലേക്ക് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മാതൃകാ സ്ഥാപനമാക്കി മാറ്റുവാനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങളെല്ലാവരും
അതിൻ്റെ പണിപ്പുരയിലാണ്. നിങ്ങളിവിടെ എത്തിയത് തന്നെ സന്തോഷമാണ്. ഇപ്പം തന്നെ ഈ ചിങ്ങമാസത്തിൽ ഒരു സന്തോഷ ദിവസം കൂടി കടന്നു വരാൻ പോവുകയാണ്. രണ്ട് കുട്ടികളെ, ആരുമില്ലാത്ത 2 കുട്ടികളെ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ വിവാഹം നടത്തുവാനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിച്ചാൽ അവരുടെ വിവാഹം ഇതേ വേദിയിൽ തന്നെ നടത്താനുള്ള പരിശ്രമത്തിലാണ്. 2 കുട്ടികളുടെ വിവാഹം നടത്തണമെന്ന് സ്പോൺസർമാർ ഇങ്ങോട്ട് വന്ന് പറഞ്ഞപ്പോൾ ആ ചുമതല ഏറ്റെടുക്കുമെന്ന ഇടയിൽ തന്നെ വീണ്ടും 3 കുട്ടികളുടെ വിവാഹം കൂടി നടത്തുവാൻ വേണ്ടി ആളുകൾ മുന്നിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ 5 കുട്ടികളുടെ വിവാഹം നടത്തണമെന്ന ആഗ്രഹത്തിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പബ്ലിസിറ്റി കൊടുത്തപ്പോൾ തന്നെ ആണുങ്ങളുടെ ലിസ്റ്റുകൾ ഒരുപാട് വരുന്നു, എന്നാൽ പെൺകുട്ടികളുടെ ലിസ്റ്റുകൾ ഒരാൾ പോലും വിളിക്കാൻ തയ്യാറാവുന്നില്ല എന്നൊരു വിഷമം കൂടി ഈ അവസരത്തിലുണ്ട്. അതെന്താണ് കാരണമെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എങ്കിലും അതിൻ്റെ പരിശ്രമത്തിൽ ഞങ്ങൾ ഈ വരുന്ന ചിങ്ങമാസത്തിൽ തന്നെ തീരുന്നതിന് മുമ്പ് ഈ വേദിയിൽ വെച്ച് വിവാഹം നടത്താനുള്ള പരിശ്രമത്തിലാണ്. അതിലും നിങ്ങളേവരെയും ഞങ്ങൾ ക്ഷണിച്ചുകൊണ്ട് ഇതിൻ്റെ ഇന്നത്തെ ഈ സമ്മേളനം ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും ഭംഗിയായിട്ട് ഏകോപിപ്പിച്ച് ഒരുമിച്ച് കൊണ്ടുപോകുന്ന റുവൽ സിംഗ് സാറിന് ഞങ്ങൾ അറിയാം സാർ എപ്പോഴും അങ്ങനെ പറയത്തുള്ളൂ. അന്നും അങ്ങനെ ആയിരുന്നു. അന്ന് സാറ് വേദിയിൽ പോലും വന്നിരുന്നില്ല, അന്ന് ആ പുരസ്കാര വേദിയിൽ. അപ്പോൾ ഞാൻ ശ്രീമാൻ സാറിനോട് ചോദിച്ചു, അപ്പോൾ പറഞ്ഞു സാർ ഇങ്ങനെയാണ്. പക്ഷെ ഞങ്ങൾ ഇപ്രാവശ്യം ശ്രീമാൻ സാറിൻ്റെ പെർമിഷനോട് കൂടാണ് ഞാനൊരു മൊമെൻറ്റവും ഒരു പൊന്നാടയും ഞങ്ങൾ കൊണ്ടുവന്നത്. കാരണം ഈ ഓണാഘോഷത്തിൻ്റെ തുടക്കം അവിടെ നിന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മാവേലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭക്തിയും ഔദാര്യവും കണ്ട് വർഷത്തിൽ ഒരിക്കൽ പ്രജകളെ സന്ദർശിക്കാൻ വരം നൽകി. ഈ ദിവസമാണ് നമ്മൾ തിരുവോണമായി ആഘോഷിക്കുന്നത്. എല്ലാവർക്കും ഏതൻസ് ഫ്യൂച്ചറിസ്റ്റിക് സ്കൂളിൻ്റെ ഓണാശംസകൾ. ആതിര
ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮೋ. ചന്ദ്രസമാഗമതീർത്ഥം പ്രണവം നാദമായുണരും തുടിയോ വേദകലാമൃത പുണ്യം പ്രകൃതിയും നിന്നി വികൃതിയും നിന്നി സ്വരങ്ങളിലായി ലയങ്ങളിലായി ശക്തി സ്വരൂപം ഓം ശിവോഹം ശ്രീ ശിവോഹം. എന്നാ പിന്നെ ഞാൻ പൂക്കളിടുന്ന അവിടെ വരെ പോയിട്ടില്ല. അവിടെ കുറച്ച് പെമ്പിളാങ്ങി ഉണ്ടാവും. പറക്കണ പൂവേ 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 കളറാവട്ടെ ചിരി 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 ചിരിക്കണ ചുണ്ടേ 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 അവറാവട്ടെ മുല്ലേ 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 മുടിമേലെ മണം പരത്തണം മുല്ലേ 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 മലയാള കരയിളക്കണം മില്ലേ 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 വിളമ്പാനായില നിരത്തണം ഒരു ജീവ പിരിഞ്ഞു വാ ഏത് മൂട് അത്തം മൂട് ഏത് മൂട് പുക്കള മൂട് ഏത് മൂട് മുണ്ട് മൂട് ഏത് മൂട് സാരി മൂട് ഏത് മൂട് സദ്യ മൂട് ഏത് മൂട് വയസ്സ് മൂട് ഏത് മൂട് പപ്പട്ടം മൂട് ഏത് മൂട് ഓണമൂട് ഏത് മൂട് അത്തം മൂട് ഏത് മൂട് പുക്കള മൂട് ഏത് മൂട് മുണ്ട് മൂട് ഏത് മൂട് സാരി മൂട് ഏത് മൂട് സദ്യ മൂട് ഏത് മൂട് വയസ്സ് മൂട് ഏത് മൂട് പപ്പട്ടം മൂട് ഏത് മൂട് ഒളി മൂട്. ഒറ്റപ്പൊളിയിൽ കൊച്ചി തിരുവനന്തപുരം മൊത്തം മലബാറും വള്ളത്തൊടിയിൽ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ടയും
പത്തനംതിട്ടയും കൂട്ടപ്പൊലിപ്പില് കൊട്ടയും പട്ടണം മട്ടത്തിടുക്കിയും തൃശ്ശൂരും ലക്ഷത്തുരുത്തുകൾ ഒത്തിരി വേറെയും നല്ല മാരസ്യ ലീലകൾ ചെയ്വതിനും മാളികളെ നടനം ചെയ്യണം നല്ല കേളി ജഗത്തിൽ വളർത്തിടണം ഹൃദയതരമൊന്നു പാടിടുവാൻ ഉദ്യോഗമേതും കുറയ്ക്കരുതേ വിദ്യുല്ലതാങ്കി ചൊല്ലിടുക പദ്യങ്ങൾ ഭംഗി കലർന്നു നീ സദ്യോമതാങ്കി ധനം തക തദ്ധിമി തഥ്യ തത്വം തത്വമെന്നു മദ്ദളം വാദയ ചന്ദ്രലേഖേ നല്ല പദ്യങ്ങൾ ചൊല്ലുക നീ രത്നലേഖേ മരിജ്വാനെ നീ എന്നിൽ കേറി മനമാകെ പാറി മേലാകെ കുഴയാണ് താനെ നീ പടുമാവൽ കുഞ്ഞു കടവാവൽ പെണ്ണ് കൊതിയൂറും പഴമായി ഞാന് സൂര്യൻ തനിച്ചിരിക്കണ് പകച്ചിരിക്കണ് പൊള്ളിച്ചിരിക്കണ് വെളിച്ചം മങ്ങണ് നിനക്ക് മുന്നിൽ പിടിച്ചു നിൽക്കണ്ട പെണ്ണ് ഭൂമി കറങ്ങി നിൽക്കണ് കുലുങ്ങി നിൽക്കണ് തല കുനിക്കണ് കടലിളക്കണ് തിളച്ചു നിൽക്കണ ഉലുക്ക നീയടി പൊന്ന് my delusional solulu ബന്ദിപ്പൂ പെണ്ണെ ഞാൻ still on you delulu yan traditional ചിലവു എന്നും കണ്ടാലും I on you delulu my delusional solulu ബന്ദിപ്പൂ പെണ്ണെ ഞാൻ still on you delulu yan traditional ചിലവു రచ్చరాజ కుందె ఊపిరి నీ వంక చూస్తే గుండెలోన డీరి డిరి డిరి మగజాతి నట్ట మడత పెట్టి ఆ కుర్చీని మార్తా పెట్టి మార్తా పెట్టి
దానికేమో మేకలిస్తివి మరి నాకేమో సన్న బియ్యం కలిస్తివి మేకలేమో వందలుగా ഓണം വന്നേ ഓണം വന്നേ ഓണം വന്നേ ഓണം വന്നേ ഓണം വന്നേ അടുക്കളത്തളത്തിയമ്മ സദ്യൊരുക്കുന്നേ ട്യൂഷനില ഒഴിയുമ്പോൾ വയറുകൾ നിറയുന്നേ അടുക്കളത്തളത്തിയമ്മ സദ്യൊരുക്കുന്നേ ട്യൂഷനില ഒഴിയുമ്പോൾ വയലുകൾ നിറയുന്നേ പൊന്നിച്ചിങ്ങ കസവും ചൂടി മാവേലിയും വന്നേ ആമോദത്തിൻ ആർപ്പ് വിളിക്കാൻ എന്നും നിറയുന്നേ ഓണം വന്നേ. കുറച്ച് നേരം നിൽക്കണമെന്നുണ്ട്. പക്ഷെ കുഞ്ഞു മക്കളായതാണ് ഞങ്ങൾ നേരത്തെ ശ്രദ്ധിക്കണം. കുറച്ചുകൂടെ വലുതാകുമ്പോഴത്തേക്ക് വരുമ്പോഴേക്ക് ഞങ്ങൾക്ക് കുറേ നേരം നിങ്ങളോട് സ്പെൻഡ് ചെയ്യണം. അടുത്ത വർഷം ഒക്കെ കുറച്ച് നേരം നമുക്ക് പ്ലാൻ ചെയ്തു തരാം.